ADGPയുടെ കാര്യത്തിൽ സർക്കാർ മൗനം പാലിക്കുമ്പോഴും ഒന്നിനു പിറകെ ഒന്നായി ആരോപണങ്ങൾ തുടരുകയാണല്ലോ. PV അൻവർ MLA ഈ ആരോപണങ്ങൾക്കായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ADGPയെ നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന അന്വേഷണം തന്നെ കുരുക്കാനാണ് എന്നാണ് അൻവർ പറഞ്ഞത്. ഇതിലൂടെ അൻവർ ലക്ഷ്യം വയ്ക്കുന്നത് ADGPയെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് അൻവറിന്റെ തുടർ നീക്കങ്ങൾ നമുക്ക് നോക്കാം. അരുൺ അമർനാഥ് വിവരങ്ങൾ നൽകും. അരുൺ, ഗുഡ് മോർണിംഗ്. ADGPയെ തൽസ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തിയാൽ ആ അന്വേഷണത്തിൽ എത്രത്തോളം സുതാര്യത ഉണ്ടാവും എന്ന കാര്യത്തിൽ തുടക്കം മുതൽ പൊതുജനങ്ങൾക്കും ആശങ്കയുണ്ട്, വകുപ്പിനും ഒരുപക്ഷെ ആശങ്കയുണ്ട്, പാർട്ടിക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കോ അങ്ങനെ എല്ലാവർക്കും ആശങ്കയുള്ള ഒരു കാര്യം തന്നെയാണ് PV അൻവറിനും ഉള്ളത്. ഇനി എങ്ങനെയായിരിക്കും അൻവറിന്റെ ആവനാഴിയിലെ അമ്പുകൾ കരുതി വച്ചിരിക്കുക എന്നതാണ് മറ്റ് കാത്തിരിക്കുന്ന ഒരു കാര്യം. ഗുഡ് മോർണിംഗ് മോത്തി. ആദ്യം തന്നെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ ഒരു ഇമ്പാക്റ്റാണ് നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർ ചലനങ്ങളാണ് കഴിഞ്ഞ 2 ആഴ്ചയോളമായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അൻവർ എന്തായാലും നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ആരോപണവുമായി വരുന്നു, അതിനെ സാധൂകരിക്കുന്ന തെളിവുകളായി വരുന്നു, വിവരാവകാശ രേഖകൾ കാണിക്കുന്നു. അത്തരത്തിൽ അൻവറിൻ്റെ ഭാഗത്ത് അൻവറിൻ്റെ ആരോപണങ്ങളുടെ വിവിധ ഒരു ഫേസിലൂടെ വന്നാൽ, വിവിധ ഘട്ടങ്ങളിലൂടെ വന്നാൽ, തുടക്കത്തിൽ കേരളത്തെ തന്നെ കോളിളക്കമുണ്ടാക്കിയ ADGPക്കെതിരായ അധോലോക ബന്ധം ഉൾപ്പെടെയുള്ള ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ വരുന്നു. പിറ്റേന്ന് മുഖ്യമന്ത്രിയെ കാണുന്നു. അന്ന് അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എൻ്റെ ഉത്തരവാദിത്വം അവസാനിച്ചു, ഇനി അന്വേഷണത്തിലൂടെ തീരുമാനിക്കട്ടെ, ADGPയെ മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല എന്നാണ്. പക്ഷേ ഇന്നലെ അൻവർ പറയുന്നത്, അൻവറിൻ്റെ ടാർഗറ്റ്, അൻവറിൻ്റെ ലക്ഷ്യം ADGPയെ താഴെ ഇറക്കുക എന്നത് വ്യക്തമാക്കുന്നത് തന്നെയാണ്. അതായത് അൻവർ പറഞ്ഞത് ഈ മോദി സൂചിപ്പിച്ചതുപോലെ തന്നെ ADGPയെ തലസ്ഥാനത്തിരുത്തി അതിനേക്കാൾ താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് പോലും ADGPയെ ഭയക്കേണ്ട സ്ഥിതി ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. ഒപ്പം തന്നെ അത് തന്നെ കുറുക്കാനാണ്, തനിക്കെതിരെയുള്ള തെളിവുകളിലേക്കൊക്കെ എങ്ങനെയായാലും ഞാൻ കുലുങ്ങുന്നില്ല, ഇനിയും തെളിവുകൾ ഹാജരാക്കുമെന്ന് അൻവർ പറയുന്നു. അത്തരത്തിലാണ് ഓരോ ആരോപണം ഉന്നയിക്കുമ്പോഴും കൂടുതൽ തെളിവുകൾ അൻവർ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അൻവറിലേക്ക് ഒരു ഫോക്കസ് എന്തായാലും മാറിയിരിക്കുന്നു. അൻവറിൻ്റെ പത്രസമ്മേളനം വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഫോക്കസ് മാറുന്നുണ്ടെങ്കിൽ അൻവർ അത്രത്തോളം ഡീപ്ലി പ്രിപ്പയർഡ് ആയതുകൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം എന്തായാലും വ്യക്തമാണ്. അപ്പോൾ ഇനി അൻവറിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഓരോ ഘട്ടത്തിലും എന്ത് ആരോപണമാണ് അൻവർ ഇനി ഉന്നയിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് അൻവറിൻ്റെ പക്കൽ ഉള്ളത് എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. അത്തരത്തിൽ ADGPക്കെതിരായ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പുറത്തുവിടുന്നു. ഇനിയും ഇതൊന്നും തീർന്നിട്ടില്ല, ഇതാണ് ബാക്കിയെന്ന് ഓരോ പത്രസമ്മേളനം കഴിയുമ്പോഴും അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ അവസാനിപ്പിച്ചിടത്ത് നിന്ന് തുടങ്ങുകയാണെങ്കിൽ അൻവർ പറഞ്ഞു വെച്ചത് ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ഒപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ADGP MR അജിത്കുമാറും സുജിത്ദാസും ഒക്കെ നടത്തിയ ക്രമക്കേടും തിരിമറിയെ കുറിച്ചൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, വിവരാവകാശ രേഖ കാണിക്കുന്നു. അത്തരത്തിൽ ഇനിയും എന്തെല്ലാമാണ് അൻവറിൻ്റെ പക്കലുള്ളത്, അൻവറിൻ്റെ ആവനാഴിയുള്ള അസ്ത്രങ്ങളെന്ന് നമ്മൾ ഉറ്റുനോക്കുന്ന ഘട്ടത്തിലേക്ക് ഫോക്കസ് അൻവറിലേക്ക് വരുന്നു. അതായത് അൻവറിൻ്റെ ലക്ഷ്യം ADGP, അങ്ങനെ അൻവർ ഫോക്കസിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ADGPയിലെ ഒരു ഘട്ടത്തിൽ ADGPയെ മാറ്റണമെന്ന് ഞാൻ പറയില്ലെന്ന് പറഞ്ഞ അൻവർ ഇപ്പോൾ ADGPയെ നിലനിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തിയത് കാര്യക്ഷമമാവില്ല എന്ന് പറഞ്ഞു വെക്കുന്നതാണ് ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ഈ നടത്തുന്നത്. ADGP MR അജിത്കുമാറിനെ ലക്ഷ്യം വെച്ച് അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് എന്ന് പറയുമ്പോഴും തുടക്കത്തിൽ P ശശിക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ പറഞ്ഞതുപോലെ ആ ഫോക്കസ് മാറി MR അജിത്കുമാറിലേക്ക് മാത്രമാകുന്നു. ആദ്യം പറഞ്ഞു തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന് ഞാൻ പറയില്ല എന്ന്, വീണ്ടും അത് മാറുന്നു. ശരിക്കും രാഷ്ട്രീയപരമായി ഇതാരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്, ഇതാരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരേണ്ടതില്ലേ? തീർച്ചയായും മോത്തി, അതാണ് അൻവറിൻ്റെ തുടക്കം മുതലുള്ള ഓരോ ദിവസങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആദ്യം ആരോപണം ഉന്നയിച്ചു, 2ാം ദിനം ഈ മുഖ്യമന്ത്രിയെ കാണുമെന്ന് പറഞ്ഞു. 2ാം ദിനമാണ് ഈ പോലീസ് ഓഫീസർ സമ്മേളനം കോട്ടയത്ത് വെച്ച് നടന്നപ്പോൾ വേദിയിൽ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പോലീസിലെ പുഴുക്കുത്തുകളുണ്ട് എന്ന് തുറന്നടിക്കുന്നു, അതിന് വലിയ കയ്യടി നേടുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയും അൻവറും ഒരു ലൈനിലാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. അന്ന് വൈകിട്ട് തന്നെ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP അജിത്കുമാറിനെ മാറ്റില്ല എന്ന ഉത്തരവ് വരുന്നു. സുജിത്ദാസ് സ്ഥലം മാറ്റം മാത്രമാണെന്ന് ഉത്തരവ് വരുന്നു. അപ്പോൾ വീണ്ടും ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടായി. അൻവറിന് പിന്നിൽ ആരെന്ന ചോദ്യങ്ങളാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അൻവറിന് പിന്നിൽ അൻവറാണെന്ന് പാർട്ടി വരെ പറയുന്നു, CPM തന്നെ പറയുന്നു. അപ്പോഴും
അവിടെ ഒരു വലിയൊരു ചോദ്യചിഹ്നം മോത്തി ചോദിച്ച ചോദ്യം തന്നെയാണ് തുടക്കം മുതൽ തന്നെ ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് എന്തായാലും വ്യക്തമാണ്. സുജിത് ദാസിന്റെ സസ്പെൻഷനിലേക്ക് എത്തുന്നത് ഒരു തരത്തിൽ നിർബന്ധിതരാവുകയാണ്. കാരണം ഈ അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ നിരന്തരം വെളിപ്പെടുത്തലുകൾ വരുന്നു. പല കോണുകളിൽ നിന്ന് സുജിത് ദാസിനെതിരെ വെളിപ്പെടുത്തലുകളുമായി വിവിധ ആളുകൾ വരുന്നു. അങ്ങനെയാണ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വരുന്നത്. പക്ഷേ ഇത്തരം ആരോപണങ്ങളിലൊക്കെ ADGPക്കെതിരെ ഇപ്പോഴും സർക്കാരിന് മിണ്ടാട്ടമില്ല എന്നുള്ള കാര്യം കണ്ടു. ഇന്നലെ സ്പീക്കർ ഉൾപ്പെടെ സംസാരിച്ചപ്പോഴും നമ്മളത് ആവർത്തിച്ച് കാണുകയാണ്. ആ ഘട്ടത്തിലും അൻവർ താഴെ ഇറങ്ങാൻ തയ്യാറാകാത്തത് ഒരു ഭാഗത്ത് സർക്കാർ ADGPയെ സംരക്ഷിക്കുമ്പോഴും അൻവർ അതേ രീതിയിൽ തുടരുന്നു എന്നുള്ളത് നമുക്ക് അത്തരത്തിൽ അൻവർ വേഴ്സസ് സർക്കാർ എന്ന ഫൈറ്റിലേക്ക് ഒരു മറയിൽ കൂടെ തന്നെയാണ് അങ്ങനെ കാര്യങ്ങൾ വരുന്നത്. അൻവർ ഒരു ഘട്ടത്തിലും സർക്കാരിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അതാണ് സർക്കാർ PV അൻവർ വേഴ്സസ് സർക്കാർ എന്നൊരു പോരാട്ടത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴും വളരെ വേണ്ടപ്പെട്ടയാളാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നു. എൻ്റെ ഒരു മെൻറ്ററിൻ്റെ സ്ഥാനത്ത് കാണുന്നതാണ്, അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്നയാളാണ് എന്ന് പറയുന്നു. പാർട്ടി എനിക്ക് ജീവനാണെന്ന് പറയുന്നു. തുടങ്ങിയ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു. മറ്റാരെയും ആക്രമിക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷേ ഈ ഒളിയമ്പുകളെല്ലാം നേരെ ചെന്ന് തറയ്ക്കുന്നത് മുഖ്യമന്ത്രിയിലേക്കും പാർട്ടിയിലെ പല നേതാക്കളിലേക്കും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത് ആർക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടം, ആർക്ക് നേരെ നടത്തുന്ന പോരാട്ടം, ഇതിനാരാണ് കരുവായി മാറുന്നത്, അല്ലെങ്കിൽ ഭാവിയിൽ ഇത് ആർക്ക് നേരെയാണ് വരിക തുടങ്ങിയ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല.